കേരളത്തിലെ UN ഒരു ഹോസ്പിറ്റലും സ്തംഭനാവസ്ഥയിൽ തുടരുന്ന ആഗ്രഹിക്കുന്നില്ല. ഈ KPH സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരാവുന്നുള്ളൂ. എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളിൽ സമരം നടക്കുകയാണ്. ഈ സമരത്തിന് മുഖം തിരിഞ്ഞു നോക്കാത്ത നിലപാടാണ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത്. ശമ്പളം മാത്രമല്ല നമ്മുടെ ഡിമാൻഡ്, നമുക്ക് മാന്യമായ ഒരു തൊഴിൽ സാഹചര്യം വേണം. VPS ലേക്ക് ഷോറിന് മുന്നിലാണ്. നേഴ്സുമാരുടെ സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും ഇവർ കണ്ണു തുറക്കുന്നില്ല. ഒരു കാരണവശാലും ഈ മാനേജ്മെൻറ്റിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം വിളികളോട് കൂടിയിട്ടാണ് UNAയുടെ നേഴ്സുമാർ ഇപ്പോൾ സമരം ചെയ്യുന്നത്. UNAയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഹാരിസ്, സമരം ശക്തമാക്കുകയാണോ? സമരം അതിശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. കാരണം 4 ദിവസമായി. നമുക്കിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ UN ഒരു ഹോസ്പിറ്റലും സ്തംഭനാവസ്ഥയിൽ തുടരുന്ന ആഗ്രഹിക്കുന്നില്ല. ഏത് നിമിഷം വേണമെങ്കിലും ചർച്ചയ്ക്ക് UN തയ്യാറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിലും നിരവധി ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നിരവധി രോഗികൾ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്നൊക്കെ പറയുകയാണെങ്കിൽ ശക്തമായിട്ട് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന ഹോസ്പിറ്റലുകളിൽ കൂടെയാണ് ശക്തമായ സമരം നടക്കുന്നത്. അപ്പോൾ ഈ KPH സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരാവുന്നുള്ളൂ. പക്ഷേ KPHയുടെ ധിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രോഗികൾ ബുദ്ധിമുട്ടാവട്ടെ, അവർ മരണപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് KPHയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തോട് ഐക്യപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സമരം 4 ദിവസമല്ല 400 ദിവസം ഞങ്ങൾ കൊണ്ടുപോകാനും ഞങ്ങൾ റെഡിയാണ്. കാരണം നമ്മളിതിനു മുമ്പും പല ഹോസ്പിറ്റലുകളിലും സമരം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വ്യാപകമായിട്ട് ഹോസ്പിറ്റലുകളിൽ സമരം ചെയ്യുന്നത്. അത് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതല്ല. കാരണം നിരവധി സമയം നിങ്ങൾക്കറിയാം, സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു. അതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും ഡിമാൻഡ് നോട്ടീസ് കൊടുത്തു, ലേബർ ഓഫീസുകളിൽ നോട്ടീസ് കൊടുത്തു. ഈ പ്രശ്നപരിഹാരത്തിന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തെറിപ്പിക്കുന്ന ഒരു നിലപാടാണ് അധികാരികളുടെയും മാനേജ്മെൻറ്റുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവുന്നത് KPH ആണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ KPH നിലയ്ക്ക് നിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലാ സെക്രട്ടറി രാഹുൽ കൂടിയുണ്ട്. രാഹുൽ, ഇപ്പം എറണാകുളം ജില്ലയിൽ മാത്രം എത്ര ഹോസ്പിറ്റലുകളിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്? എറണാകുളം ജില്ലയിൽ ഇതുവരെ 4 ആശുപത്രികളിലാണ് സമരം നടക്കുന്നത്. എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളിൽ സമരം നടക്കുകയാണ്. ഈ സമരത്തിന് മുഖം തിരിഞ്ഞു നോക്കാത്ത നിലപാടാണ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കയറിക്കോളൂ, നിങ്ങളുടെ ശമ്പളത്തിൻ്റെ കാര്യം ഞങ്ങൾ ആലോചിക്കാം എന്നുള്ള ധാർഷ്ട്യപരമായിട്ടുള്ളൊരു നിലപാടാണ് ഇതുവരെയും എല്ലാ മാനേജ്മെൻറ്റുകളും സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന നഴ്സുമാരെ വെറും അവജ്ഞയോടെ കാണുന്ന ഈ ഒരു പ്രതിസന്ധി മാറ്റിയില്ലെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനാകില്ല. ശമ്പളം മാത്രമല്ല നമ്മുടെ ഡിമാൻഡ്, നമുക്ക് മാന്യമായ ഒരു തൊഴിൽ സാഹചര്യം വേണം. നഴ്സുമാരെ വെറും അടിമകളായിട്ട് മാത്രം കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ നിന്ന് മാറണം. നഴ്സുമാർ വെറും അടിമകളല്ല, അവർ നല്ല വർഗ്ഗബോധമുള്ള, തൊഴിൽ ബോധമുള്ള നല്ല ജീവനക്കാരാണ്. അവരെ ആ രീതിയിലേക്ക് വളർന്നു വരാൻ അനുവദിക്കണം എന്നുള്ളതാണ് നമ്മുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. എന്തായാലും ഒരു പ്രതിഷേധ പ്രകടനമായിട്ട് ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ കൂടി നേഴ്സുമാർ പോവുകയാണ്. എന്തായാലും ശക്തമായ സമരത്തിൽ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് UNA. എല്ലാ ഹോസ്പിറ്റലും ഇപ്പം എറണാകുളം ജില്ലയിൽ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളിൽ മാത്രമാണ് ഇപ്പോൾ സമരമുള്ളത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ, അങ്കമാലി അപ്പോളോ അഡ്ലക്സ്, എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം ലേക്ക് ഷോർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ സമരം ശക്തമായിട്ടുള്ളത്. ബാക്കിയുള്ളിടങ്ങളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കാൻ UNA ആലോചിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നത് ഒന്നും കൂടുതലല്ല, ആഡംബരമോ ഒന്നുമല്ല. ഞങ്ങൾ ചോദിക്കുന്നത് അതിജീവന സമരമാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 2 ദിവസമായി ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന്. യുദ്ധത്തിൻ്റെ ഇതിൽ നമുക്ക് ഗ്യാസ് കിട്ടാനില്ല. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പെട്രോളിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം വില കൂടും, അല്ലെങ്കിൽ കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ
നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കാനാകുമോ? ജീവിക്കാനാകുമോ? നമ്മുടെ ജീവിതം മെച്ചപ്പെടണ്ടേ? ഈ കൊമ്പത്തിരിക്കുന്ന മണിമാളികകൾക്ക് മുകളിൽ ഇരിക്കുന്നവർ മാത്രം നല്ല രീതിയിൽ ജീവിച്ചാൽ മതിയോ? ഒരു മനുഷ്യൻ ജനിച്ച് വീഴുന്നത് ഒരു നേഴ്സിന്റെ കൈകളിലേക്കാണ്. ആളിന്റെ മരണം വരെയും ഒരു നേഴ്സിന്റെ കൈകളിലെ ശുശ്രൂഷ ഏറ്റുവാങ്ങാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ കൂടെ കടന്നു പോകില്ല. അത്രയും മഹത്തരമായ ഒരു ജോലി ചെയ്യുന്ന നഴ്സിംഗ് സമൂഹത്തെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരിയല്ലേ? ഈ നാട്ടിലുള്ള നാട്ടുകാരും, നിങ്ങൾക്കറിയാം, സമരത്തിനൊത്ത് അനുകൂലിച്ചുകൊണ്ട് എല്ലാ നാട്ടുകാരും ജനങ്ങളും മറ്റുള്ള സംഘടനകളും എല്ലാവരും നിൽക്കുമ്പോൾ ഈ KPH എന്ന് പറയുന്ന അധമന്മാർ മാത്രമാണ് ഇവരൊക്കെ കൊടുക്കണ്ട എന്ന് പറയുന്നത്. എന്താ പറയുന്നേ? മേടിക്കുന്ന കാശ് അവർക്ക് തിന്നണം, ആർക്കും കൊടുക്കാൻ അവർ തയ്യാറല്ല. പങ്കിടാൻ ഞങ്ങൾക്ക് പങ്ക് വേണ്ട, ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂലി തന്നാൽ മതി, മാന്യമായ കൂലി. അത് ഞങ്ങളുടെ അവകാശമാണ്. അവകാശം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്തിരിക്കും. UNA എന്ന സംഘടന ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം ഒരു ജീവനക്കാരനും ഒരു ആരോഗ്യ പ്രവർത്തകനും അവകാശങ്ങൾ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നും സംഘടന മുന്നിൽ തന്നെ ഉണ്ടാകും. ജയ് UNA. UNA